ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈഡ് ഡിഷായിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇത് തേങ്ങാപ്പൊങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പൊങ്ങ് നന്നായിട്ട് വറുത്തെടുത്ത ഒരു പ്രത്യേക രീതിയിൽ വറുത്തെടുത്ത് തയ്യാറാക്കിയതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 തേങ്ങയുടെ പൊങ്ങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആ താഴെയുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പോൾ തേങ്ങാപ്പൊങ്ങ് എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഒത്ത വലിപ്പത്തിലായിരിക്കണം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കിതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കണം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത്. ഈ ഒരു പരുവത്തിലാണ് ഇത് മിക്സ് ചെയ്ത് കിട്ടേണ്ടത്. മുറിച്ച് മാറ്റി വെച്ചിരുന്ന ആ പൊങ്ങെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊങ്ങ് കഷ്ണങ്ങളിലേക്ക് ഈ ബാറ്റർ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിക്ക് നമുക്കൊരു സ്പൂൺ വെച്ച് ആ പൊങ്ങ് പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി വീണ്ടും ഒന്ന് നന്നായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ പിടിക്കാത്ത ഉണ്ടാവും, ആ ബാറ്റർ പിടിക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ കുഴച്ചെടുക്കണം. ഇനി ഈ പൊങ്ങ് കഷ്ണങ്ങളെല്ലാം ഈ പൊട്ടി പിടിച്ച പോലെ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മൈദ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം, വിതറി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലല്ലേ ആ ഓരോ കഷ്ണങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കിട്ടും. ഇങ്ങനെ ഈ മൈദ വിതറി കൊടുത്തതിന് ശേഷം വെറുതെ കൈ കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് മെല്ലെ ഒന്ന് അതൊന്ന് തടവുന്ന പോലെ മെല്ലെ ആക്കിയെടുക്കണം. ആ ഒരു മൈദ മെല്ലനെ അതിനകത്തേക്ക് പിടിച്ച് കിട്ടാൻ വേണം. അതേസമയം വല്ലാണ്ട് അങ്ങോട്ട് മിക്സായി പോകാനും പാടില്ല. എല്ലാം ഒന്ന് സെപ്പറേറ്റായി കിട്ടുന്ന രീതിക്കാണ് ഇതൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് നമുക്ക് വേറെ ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വറുക്കാൻ ആവശ്യമുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ മറുഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വേവൊന്നും വേണ്ട, കാരണം പൊങ്ങ് നമുക്ക് അല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അതൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ കോൺഫ്ലവറിലിട്ടിട്ട് ഒന്നിങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് 2 ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗണായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാം ഇതേപോലെ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ തേങ്ങാപ്പൊങ്ങും ഇതേപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുക്കോട പോലെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു സോസൊക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ എന്താ കഴിക്കുന്നത് വെച്ചാൽ അതിൻ്റെയും സൈഡായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.
തേങ്ങാപ്പൊങ്ങ് വെച്ചിട്ട് തേങ്ങാപ്പൊങ്ങ് മഞ്ചൂരിയൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് ചേർത്ത് കൊടുക്കാം.